പഴയ കഥ കേട്ട് കേട്ട് ബോറടിച്ച് ചത്തിണ്ടാവില്ലേ? എന്നാൽ ഈ കഥ ഡിഫറൻ്റ് ആണ്. കനലുള്ള കഥയാണ്. നമ്മുടെ ചോരയിൽ ഓടേണ്ട വീര്യത്തിന്റെ കഥയാണ്. ഞാൻ മത്താത്തിയാസ്, മോദീൻ എന്ന ഈ കൊച്ചു ഗ്രാമത്തിലെ ഒരു സാധാരണക്കാരൻ. പക്ഷേ ഒരു ദിവസം എല്ലാം മാറി മറഞ്ഞു. ആ ഗ്രീക്കുകാർ വന്ന് മൊത്തം പിടിച്ചടക്കി. അന്ത്യോക്കസ് എന്നൊരു രാജാവും അവന്റെ കുറെ പടയാളികളും പള്ളിയിൽ കയറി അവന്മാര് തോന്നിയാസം കാണിക്കാൻ തുടങ്ങി. നമ്മുടെ വിശ്വാസവും പാരമ്പര്യവും പഴഞ്ചനാണെന്ന് പറഞ്ഞ് കളിയാക്കി. A number of our people got scared and joined them. ആ സമയത്താണ് രാജാവിന്റെ ആൾക്കാര് മോദീനിൽ വന്നത്. എന്നിട്ട് എന്നെ വ്യോഗ്രഹത്തിന് പൂജ ചെയ്യാൻ നിർബന്ധിച്ചു. എണ്ണാൻ സാധിക്കാത്തത്ര പൊന്നാണ് ഓഫർ. ഒപ്പം രാജകൊട്ടരത്തിലെ വാസവും. എനിക്ക് 5 മക്കളായിരുന്നു: ഗദ്ദി, താസി, മക്കബേയൂസ്, അവരാൻ, ആഫൂസ്. ഞാൻ എന്റെ 5 മക്കളെയും ഒന്ന് നോക്കി. ഞാൻ അന്ന് തല കുനിച്ചാൽ പിന്നെ എന്റെ മക്കൾക്ക് തല ഉയർത്തി നടക്കാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ അലറി, ഈ ലോകം മുഴുവൻ രാജാവിന്റെ കാല് പിടിച്ചാലും ഞാനും എന്റെ മക്കളും എന്റെ വീട്ടുകാരും ഞങ്ങളുടെ ദൈവത്തെ വിട്ടുകൊടുക്കില്ലടാ എന്ന്. 1 മക്കബായർ 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. രാജാവിന്റെ ഭരണത്തിന് കീഴിലുള്ള എല്ലാ ജനതകളും അവനെ അനുസരിക്കുകയും ഓരോരുത്തരും താങ്കളുടെ പിതാക്കന്മാരുടെ മതവിശ്വാസത്തിൽ നിന്നു വ്യതിചലിച്ച് അവന്റെ കൽപ്പനകൾ പാലിക്കാൻ തീരുമാനിക്കുകയും ചെയ്താലും ഞാനും എന്റെ പുത്രന്മാരും എന്റെ സഹോദരന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കും. നിയമവും കൽപ്പനകളും ഞങ്ങൾ ഒരു നാളും തിരസ്കരിക്കുകയില്ല. രാജകൽപ്പന അനുസരിക്കാനായി ഞങ്ങളുടെ മതവിശ്വാസത്തിൽ നിന്നു ഞങ്ങൾ അണുവിട വ്യതിചലിക്കുകയില്ല. ഞാൻ ഇത്ര പഞ്ച് ഡയലോഗ് അടിച്ചിട്ടും നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരുത്തൻ പേടിച്ചിട്ട് പൂജ ചെയ്യാൻ പോയി. എനിക്കത് സഹിച്ചില്ല മക്കളെ. ഞാൻ അവനെയും ആ രാജാവിന്റെ ഓഫീസറെയും ഞാൻ അങ്ങ് തീർത്തു. എന്നിട്ട് ആ കല്ലുകൊണ്ടുള്ള അൾത്താരെ ഞാൻ അടിച്ച് തകർത്തു. വീടും പറമ്പും ഒക്കെ ഉപേക്ഷിച്ച് മലകളിലേക്ക് ഓടി. എന്നാൽ എന്റെ മനസ്സിലെ കനൽ കെട്ടിരുന്നില്ല. ആ കനലാണ് പിന്നീട് എന്റെ മകൻ യൂദാ മക്കബായൂസ് ഒരു വലിയ തീയാക്കി മാറ്റിയത്. എന്റെ ജീവിതം അനുകരിക്കണമെന്ന് ഞാൻ പറയില്ല. ചില കാര്യങ്ങൾ കണ്ട് പ്രതികരിക്കാൻ ഒരുപാട് വൈകരുത് എന്നൊരു അപേക്ഷയുണ്ട്. നമ്മുടെ വിശ്വാസത്തിന് നേരെ ആര് വന്നാലും നോ എന്ന് പറയാൻ ഒരു തണ്ടേടം വേണം. എടാ മക്കളെ, ഉള്ളിൽ ആ കനൽ സൂക്ഷിച്ചോ. അത് മതി ഈ ലോകം മാറ്റാൻ. അപ്പോൾ ഹാപ്പി ഈസ്റ്റർ.